തൃക്കാക്കരെങ്ങാനും അഖിൽമാരാർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓക്കേനാശി എന്ന് പറഞ്ഞാൽ ഞാൻ കോഴിക്കോട് ബീച്ചിൽ കൂടെ ഷെഡിയും റേച്ചറിയിട്ട് നടക്കും. എനിക്ക് അത്രക്ക് ഉറപ്പായി തൂറിപ്പൊട്ടും. 2020 തൃക്കാക്കര സ്ഥാനാർത്ഥി അഖിൽമാരാറെ കുറിച്ചുള്ള അഖിൽമാരാറുടെ നിലപാടുകളെ കുറിച്ചുള്ള ട്രോളുകളാണ് സോഷ്യൽ മീഡിയ മുഴുവൻ. ഇനിയും പാടി 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 എന്നെ സംഖ്യയാക്കിയേ പറ്റത്തുള്ളൂ എന്നുണ്ടെങ്കിലും എനിക്ക് സംഖ്യയാവാൻ കഴിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. എനിക്ക് എപ്പോഴെങ്കിലും മത്സരിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ പോയി സ്വന്തമായിട്ട് മത്സരിച്ചോളാം. ബിഗ് ബോസ് കണ്ടവരെല്ലാം തന്നെ വിജയിപ്പിക്കുമെന്നാണ് അഖിൽമാരാർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത്. ബിഗ് ബോസ് വന്നപ്പോൾ തന്നെ അഖിൽമാരാറുടെ നിലപാടുകളെ കുറിച്ച് എല്ലാവർക്കും ഏകദേശം വ്യക്തമായതാണ്. കാരണം ബിഗ് ബോസിൽ വരുന്നവരും നല്ല ലുലുമോളിൽ പോയി തുണിമുക്കി കാണിക്കുന്നതെന്ന് പറഞ്ഞ വ്യക്തിയാണ് പിന്നീട് ബിഗ് ബോസിൽ വന്നത്. അതായത് പുള്ളി ഒന്ന് പറയും, പിന്നീട് അത് മാറ്റി പറയും. അതായത് ഇപ്പോൾ ഇലക്ഷൻ്റെ സമയത്താണെങ്കിൽ നിങ്ങൾക്കൊരു വാഗ്ദാനം തന്നാലും മാറ്റി പറയാൻ പുള്ളിക്ക് വലിയ പാടൊന്നും ഇല്ലയെന്ന് വ്യക്തമാണ്. അഖിൽമാരാരുടെ ഈ നിലപാട് മാറ്റത്തിന് കറക്റ്റായിട്ടുള്ള മറുപടി കൊടുത്തത് പിഷാരടി തന്നെയാണ്. കാരണം പിഷാരടി പറഞ്ഞത് 2 വർഷം കഴിഞ്ഞിട്ട് അഖിൽമാരാരുടെ ചോദ്യത്തിനുള്ള മറുപടി തരാമെന്നാണ്. കാരണം പുള്ളി പിന്നീട് മാറ്റി പറയുമല്ലോ, അപ്പോൾ 2 വർഷം വരെ വെയിറ്റ് ചെയ്ത് മാറ്റി പറയുമോ നോക്കിയിട്ട് അതിന് മറുപടി കൊടുത്താൽ മതിയല്ലോ എന്ന്. അപ്പോൾ കറക്റ്റ് അടിച്ച് അണ്ണാക്ക് കൊടുത്ത് പിഷാരടി. അതുമാത്രമല്ല, ബിഗ് ബോസ് വിന്നറായതിൻ്റെ ആ ഒരു ഇതിന് ഇപ്പോഴും അഖിൽമാരാർ പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്ത് പറയുമ്പോഴും ബിഗ് ബോസ് വിൻ ചെയ്തു എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്താ, ബിഗ് ബോസിൽ അതിനകത്തുള്ള ജൂനിയേഴ്സ്, അതായത് അഖിൽമാരാർ ജയിക്കൂല എന്ന് പറഞ്ഞിട്ട് അഖിൽമാരാർ ജയിച്ചല്ലോ, അതുപോലെ തൃക്കാക്കരയിലും ജയിക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റാണ് പുള്ളി കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്നത്. ബിഗ് ബോസ് പോലെയല്ല എന്താ പറയുക ഇലക്ഷൻ എന്നുള്ളത് പുള്ളിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുക അതിനു വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പം ബിഗ് ബോസിൻ്റെ അകത്ത് എന്താ പറയുക, ഇപ്പോൾ ഈ പറഞ്ഞ ശോഭയോടും ജുനേഴ്സിനോടും കളിച്ച കളിയല്ല പുറത്ത് കളിക്കേണ്ടതെന്ന് പുള്ളിക്കറിയാം. എന്നാലും പുള്ളി എന്താ പറയുക അതല്ല എന്നുള്ള രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബിഗ് ബോസിനകത്തും എന്താ പറയുക ഒരു സാധാരണക്കാരൻ ആ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്ത് ആൾക്കാരുമായിട്ട് സംവദിക്കാനാണ് പുള്ളി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇലക്ഷൻ സമയത്തും ശ്രമിക്കുന്നത് അത് തന്നെയാണ്. കാരണം സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലോട്ട് ഇടപെടുന്നു എന്നുള്ള രീതിയിൽ അയ്യോ വീട് വെച്ച് കൊടുക്കും അങ്ങനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക സാധാരണക്കാരുടെ പ്രശ്നത്തിൽ താൻ ഇടപെടും എന്നുള്ള രീതിയിൽ കാണിച്ച് വോട്ട് പിടിക്കാനുള്ള ശ്രമമാണ് അഖിൽമാരാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അഖിൽമാരാരുടെ ഈ ഒരു എന്താ പറയുക സാധാരണക്കാരൻ ഇമേജ് ബിൽഡ് ചെയ്യാനുള്ള ഈ ശ്രമത്തെ ട്രോൾ ചെയ്തുകൊണ്ട് ഓക്കേനാഷ് എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അഖിൽമാരാർക്ക് അത്ര പിടിച്ചിട്ടില്ല. അഖിൽമാരാർ അതിൻ്റെ താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, മോന് കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം മാറ്റി പറയേണ്ടി വരും, അഖിൽമാരാർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പ്രതികരണം എന്നോടാണ് ഓക്കേനാഷ് പറഞ്ഞിരിക്കുന്നത്, BJPയോട് എനിക്ക് ഒരു ശത്രുതയില്ല, തൃക്കാക്കര എവിടെയാണെന്ന് പോലും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അഖിൽമാരാർ ജയിച്ച ഈ പറഞ്ഞ ഓക്കേനാഷ് എന്താ ബ്രീസറും ഷെഡിയും ഇട്ട് കോഴിക്കോട് കടപ്പുറത്തൂടെ നടക്കും എന്നാണ് പുള്ളി വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അഖിൽമാരാർ തോറ്റു തുന്നം പാടുന്നുള്ള കാര്യം പുള്ളിക്ക് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വെല്ലുവിളി നടത്തിയെന്ന് പുള്ളി തന്നെ പറയുന്നുണ്ട്. ഇനിയെങ്ങാനും ഈ ഒരു സീൻ കാണാൻ വേണ്ടി ഈ ഷെഡിയും പ്രായമായിട്ട് ബീച്ചിലൂടെ നടക്കുന്ന ഈ പുള്ളിയുടെ ഈ സീൻ കാണാൻ വേണ്ടി ആരെങ്കിലൊക്കെ അഖിൽമാരാർ ജയിപ്പിച്ച തീർന്ന്. അതുമാത്രമല്ല, ഈ വീട്ടമ്മമാരെ വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അഖിൽമാരാരെ കണ്ടാൽ ചിലപ്പോൾ ഇവർ എന്താ പറയുക ബിഗ് ബോസ് ചരിത്രമൊക്കെ ഓർത്ത് വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർന്ന്. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ അഖിൽമാരാർ ഈ ഓക്കേനാഷിനെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിക്കേണ്ട. കാരണം ബിഗ് ബോസ് തീർന്ന ശേഷം ആ ശോഭയുടെ പുറകെ നടക്കുന്നത് നമുക്കറിയാലോ. ശോഭ എന്ത് പറഞ്ഞാലും അതിൻ്റെ പുറകെ ഇയാളുണ്ടാവും. ഒരു തരത്തിലും വെറുതെ വിടാത്ത അവസ്ഥയാണ്. ഇപ്പോഴാണെങ്കിലും അതെ, ഇപ്പോൾ കഴിഞ്ഞ ബിഗ് ബോസ് സമയത്ത് നമ്മൾ കണ്ടതാണ്. ശോഭ എന്ത് പറയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്, അപ്പോൾ ശോഭയുടെ പുറകെ ഇയാളുണ്ടാവും. അതുപോലെ തന്നെ അഖിൽമാരാർ ഇതിനകത്ത് ജയിച്ച എൻ്റെ ദൈവമേ, പിന്നെ ഓക്കേനാഷിൻ്റെ കാര്യം ക്ലോസ് ആണ്.